ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് കടായി ചിക്കൻ എങ്ങനെയാണ് വെക്കാമെന്ന് നോക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ പറയണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇപ്പം ഒരു കടായി വെച്ചിട്ട് അതിലൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനിവിടെ ക്യൂബായി കട്ട് ചെയ്ത ഒരു സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് തന്നെ ക്യാപ്സിക്കം ഒരു പാതി ഹാഫാണ് കേട്ടോ, അതും ക്യൂബ് ടൈപ്പിൽ കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. തീ ഒരുപാട് കൂട്ടി വെക്കരുത്, ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. അപ്പോൾ അതിലേക്ക് ഞാനിവിടെ ഒരു 5 വറമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അതേ കടായിലേക്ക് തന്നെ ഒരു 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഞാനിവിടെ ഒരു 2 വറമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 സവോള ചെറുതായി കട്ട് ചെയ്തതും കൂടി നമുക്ക് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് പിങ്കിഷ് കളർ വരുന്നവരേക്കും കുക്ക് ചെയ്യാം. അപ്പോൾ അതവിടെ കുക്കായിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ നമുക്ക് ഇതിനായിട്ടുള്ള പേസ്റ്റ് അരച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 10 ബാദാമും പിന്നെ ഫ്രഷ് ക്രീമും ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നന്നായി ഒരു പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. ഈ സ്റ്റേജിൽ ഇവിടെ നന്നായി സവോള കുക്കായിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാനിവിടെ ഒരു വലിയ തക്കാളിയാണ് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്ത് അതും കൂടി നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണേ. അപ്പോൾ ഈ സ്റ്റേജിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണം പോണ വരയ്ക്കും ഒന്ന് നന്നായി കുക്ക് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പച്ചമണം പോയിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി ഒരു 3/4 ടീസ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൗഡർ ഒരു 1/4 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഇതും കൂടി ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി നമുക്കിതൊന്ന് പച്ചമണം പോകുന്ന വരയ്ക്കും കുക്ക് ചെയ്തെടുക്കാം. തീ കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇത് നന്നായി ചൂടാറിയതിന് ശേഷം നമുക്ക് നല്ലൊരു പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ട് വരാമേ. അപ്പോൾ ചൂടാറുന്ന വരയ്ക്കും നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇനി അതേ ഒരു പാൻ വെച്ച് ഒരു 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഇപ്പോൾ നമ്മൾ അരച്ചെടുത്ത പേസ്റ്റ് ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓൾറെഡി ഇത് കുക്കായതുകൊണ്ട് ഒരുപാട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി തിള വന്ന് തുടങ്ങുന്ന സ്റ്റേജിൽ ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതും കൂടിയിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 5-10 മിനിറ്റ് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ആ മസാലയിൽ നന്നായി പിടിക്കുന്ന വരയ്ക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണേ. തീ മീഡിയം ഫ്ലെയിമിൽ വെക്കണേ. അപ്പോൾ ഈ സ്റ്റേജിൽ നമുക്ക് ഈ കറിയിലേക്ക് ഒഴിക്കാനുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണേ. പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം, ചിക്കൻ വേകാനായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് നന്നായി ഇത് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ നന്നായി വെന്ത് വരുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ തന്നെ ഇട്ട് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ചിക്കൻ നന്നായി കുക്കായിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേജിൽ നമുക്ക് അരച്ച് വെച്ച കാഷ്യൂനട്ട് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതും കൂടി ഒഴിച്ച് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ചെറുതായി പിരിഞ്ഞ പോലെ ഉണ്ടാവും, പേടിക്കേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിലിട്ട് നന്നായി കുക്ക് ചെയ്തെടുക്കണം. ഈ സ്റ്റേജിൽ നമ്മൾ ഫസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മിക്സ് ചെയ്ത് വെച്ച സവാളയും ക്യാപ്സിക്കനും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കണം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിള വരുന്ന ടൈമിൽ നമുക്ക് ഓഫാക്കാം. ഇത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും പത്തിരിക്കും ഒക്കെ അടിപൊളി കോമ്പിനേഷനാണേ. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്